അപകടത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ട പല വാർത്തകളും നമ്മൾ കേട്ടിട്ടുണ്ട്. അത്തരത്തിലൊരു സംഭവം കഴിഞ്ഞ ദിവസം കൊല്ലം ജില്ലയിലെ പാരിപ്പള്ളിക്ക് സമീപമുണ്ടായി. ആ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ട ഓമനയമ്മയോട് തന്നെ ചോദിക്കാം എന്തായിരുന്നു ആ സംഭവമെന്ന്. അമ്മ, എന്തായിരുന്നു അവിടെ സംഭവിച്ചത്? എങ്ങനെയായിരുന്നു? ബസ് വന്ന് കിടന്ന് ഞാൻ ഓടി വന്നതിൽ കയറാനായിട്ട് വന്ന ബസ് ഡ്രൈവർ കണ്ടില്ല. മുൻവശത്തൂടെയാണ് കയറിയത്. അന്നേരം അത് നമുക്ക് നിയമവിരുദ്ധമുള്ള കാര്യമല്ലേ. അത്ര തന്നെ സംഭവിച്ചത്. പിന്നെ അതിൻ്റെ കീഴിൽ കിടക്കുന്നതാണ് കണ്ടത്. എങ്ങനെ അമ്മ എവിടെ പോയിട്ട് വരുമായിരുന്നു? ജോലിക്ക് പോയിട്ട് വരെയത്. അമ്മ എവിടെയാണ് ജോലി ചെയ്യുന്നത്? അതിനടുത്ത് തന്നെ. അങ്ങനെ ഈ ബസ്സാണോ അമ്മയുടെ വീട്ടിലടുത്തേക്കുള്ള ബസ്? അങ്ങനെ ആ ബസ്സിന് സ്ഥിരം ആ ബസ്സിലാണോ യാത്ര ചെയ്ത് വരുന്നത്? തന്നെ വരുന്നതിന് ചിലപ്പം കിട്ടത്തില്ല, വരുന്നതിന് അതി വരും, കിട്ടുന്നതിന് അതി വരും. ബസ്സിലെ ജോലിക്കാരൊക്കെ അമ്മയ്ക്കുമായിട്ട് നല്ല പരിചയമുള്ള ആൾക്കാരും തന്നെയാണ്. അപ്പം അങ്ങനെ അമ്മ പെട്ടെന്ന് ആ വണ്ടി കണ്ട് ഓടി അടുത്തേക്ക് വന്നു അല്ലേ? അപ്പം പെട്ടെന്ന് ഓടി വന്നപ്പോഴത്തേക്ക് സംഭവിച്ചതാ അല്ലേ? സംഭവിച്ചതാണ്. അപ്പം ഈ വണ്ടിയുടെ മുൻവശത്തു കൂടി അമ്മ മുൻവശത്തുകൂടിയാണ് കയറാനായിട്ട് വന്നത്. അവർ കണ്ടില്ല. നമുക്ക് കൊണ്ടല്ല, നമ്മളെ ഭാഗത്തു നിന്നുകൊണ്ട് തെറ്റ്. പക്ഷെ നമ്മൾ ആ വീഡിയോ കാണുമ്പോഴേ അമ്മ രക്ഷപ്പെട്ട ഒരു ദൈവഭാഗ്യം എന്നൊക്കെ പറയുന്ന പോലെ, തലനാരിഴയ്ക്ക് രക്ഷപ്പെടുക എന്നൊക്കെ പറയുന്ന പോലെ അക്ഷരാർത്ഥത്തിൽ കണ്ട ഒരു വീഡിയോ ദൃശ്യങ്ങളായിരുന്നു. അത് അമ്മ കണ്ടിരുന്നു? ആ വീഡിയോ ദൃശ്യങ്ങളെ കണ്ടു. കണ്ട് പക്ഷെ എല്ലാവർക്കും നാണക്കേടായി. എന്തെന്ന് വെച്ചാൽ മക്കൾക്കും നിൽക്കുന്ന വീട്ടിലും അവർക്കും നാണക്കേടായി. ഇത് നാണക്കേടിന് വരിക. അമ്മ ആ ഒരു ദൃശ്യങ്ങളിൽ നമുക്ക് വ്യക്തമായി കാണാൻ പറ്റുന്നുണ്ട് അമ്മയുടെ ആ രക്ഷപ്പെടൽ. ഏതോ ഒരു ഭാഗ്യം കൊണ്ട് ആ വീൽ ചക്രങ്ങളുടെ അടിയിൽ നിന്നും വണ്ടിയുടെ അടിയിലേക്ക് വീണുള്ള ആ രക്ഷപ്പെടൽ അല്ലേ? അപ്പോൾ കണ്ടപ്പോൾ പേടി തോന്നിയോ പിന്നീട്? പേടി തോന്നാൻ തീർന്നെന്ന് എന്തെന്ന് വെച്ചാൽ അപകടം പറ്റിയ പിന്നെ എല്ലാം മുറിവ് ചതവ് ഒടിഞ്ഞ് കിടക്കത്തല്ലേ ഉള്ളൂ. അങ്ങനെയുള്ള ഇത് എനിക്ക് മനസ്സിലായി എന്നുള്ളതേ ഉള്ളൂ. മരിച്ചാൽ പിന്നെ അപ്പോഴേ അങ്ങ് തീരുമല്ലോ, പിന്നൊന്നും അറിയേണ്ട കാര്യമില്ലല്ലേ. ജീവൻ തിരിച്ചു കിട്ടി എന്നൊക്കെ പറയുന്ന ഒരു സന്ദർഭമായിരുന്നു ആ സമയത്തല്ലേ? തന്നെ തന്നെ തന്നെ. അപ്പോൾ അമ്മയ്ക്ക് ഓർമ്മയുണ്ട് ഈ വണ്ടിയുടെ അടിയിലേക്ക്? ഓർമ്മയുണ്ട്. ഞാൻ നിലവിളിച്ച് കരയുന്ന എന്നെ എൻ്റെ കാലേ എന്നാണ് വിളിക്കുന്നത്. തലയിലാര്യം അന്നേരം ഓർക്കുന്നില്ല. രക്തം ഒലിച്ചതിൻ്റെ പുറത്തൊക്കെ ആയെങ്കിലും തലയിലാര്യം ഞാൻ ഓർക്കുന്നില്ല. പക്ഷേ കാലുണ്ടെങ്കിലല്ലേ നമുക്ക് നിൽക്കാൻ പറ്റൂ. അതിൻ്റെ ഒരു മനപ്രയാസമായിരുന്നു എനിക്ക്. ഇപ്പം പരിക്കുകൾ എന്തൊക്കെയാണ് അമ്മയ്ക്ക് സംഭവിച്ചത്? കാലിൻ്റെ ചതവും തലയ്ക്ക് മുറിവേ ഉള്ളൂ. ഈ മുറിവുകളും അത് ഗുരുതരമാണെന്ന് ഡോക്ടർ എന്താ പറഞ്ഞേ? ചതവേ ഉള്ളൂ, വലിയ കുഴപ്പമില്ലെന്നാണ് പറഞ്ഞത് ഡോക്ടർ. തലയുടെ പരിക്ക് പിന്നെ സ്കാൻ എടുത്തിട്ടും കുഴപ്പമില്ലെന്ന് പറഞ്ഞ്. പിന്നെ ടെസ്റ്റ് ചെയ്യണം, സ്റ്റാപ്ലറിട്ടേക്ക്. ഈ അപകടം നടന്ന അടുത്ത നിമിഷം അവിടെ നിന്നവരൊക്കെ ഓടിക്കൂടി വരുന്നുണ്ട് അമ്മയെ എടുത്ത്. എന്താ അവരും പേടിച്ചു പോയി കണ്ടവരല്ല. അങ്ങനെ അപ്പോഴത്തേക്ക് അമ്മയ്ക്ക് ഓർമ്മ നഷ്ടപ്പെടുകയാണോ? അപ്പോൾ അമ്മയ്ക്ക് ഓർമ്മയുണ്ട്? ഓർമ്മയൊന്നും നഷ്ടപ്പെട്ടില്ല. ഞാൻ വണ്ടിയിലിരുന്നും കരയാണ്. കരയുന്നെന്ന് വെച്ചാൽ എൻ്റെ കാലിൻ്റെ ഇത് അവസ്ഥയാണ്. എനിക്ക് നടക്കാൻ പറ്റത്തില്ലെന്നുള്ളൊരു തലേരത് ഞാൻ ഓർക്കുന്നില്ല. നടക്കാൻ പറ്റത്തില്ലെന്നുള്ളൊരു, നമുക്ക് നടന്നല്ലേ ജീവിക്കാൻ പറ്റൂ. അതുകൊണ്ടൊരു വിഷമമേ ഉള്ളായിരുന്നു. മക്കളൊക്കെ എങ്ങനെയാ? എത്ര പേരൊക്കെ? ഒരാണും ഒരു പെണ്ണും. മോളാണിത്. മകളാണ്. പേരെന്താണ്? പ്രീത. അമ്മയുടെ ഈ ഒരു അപകടം വീഡിയോ നിങ്ങൾ കണ്ടു കാണുമല്ലോ. അപ്പം പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് തന്നെ അത് പേടി തന്നൊരു ദൃശ്യങ്ങളായിരുന്നു അല്ലേ? അതെ. ഇങ്ങനെ നമ്മളൊക്കെ ഇങ്ങനെ അല്ലാതെയൊക്കെ കണ്ടിട്ടുള്ളതേ ഉള്ളൂ. നമ്മളിപ്പോൾ ഇങ്ങനെ നമുക്കായിട്ട് ഇങ്ങനെ വന്നപ്പോൾ അത് പെട്ടെന്ന്. അതായത് ഭാഗ്യം കൊണ്ട് അമ്മയുടെ ജീവൻ തിരിച്ചു കിട്ടി. അതിൽ നമ്മൾ നന്ദി പറയണം അല്ലേ? അതെ. എങ്കിൽ പോലും നമുക്കേ ഈ ഇത്തരം അപകടങ്ങൾ പെരുകയാണ് നമ്മുടെ നാട്ടിലൊക്കെ. പക്ഷേ പലപ്പോഴും അത് നമ്മുടെയൊക്കെ ശ്രദ്ധയില്ലായ്മ കൊണ്ടുമൊക്കെ സംഭവിക്കുന്നതാണ്. പലപ്പോഴും ഈ നിയമങ്ങൾ പാലിക്കപ്പെടാതെ പോകുമ്പോഴും സംഭവിക്കുന്ന അപകടങ്ങളും ഉണ്ട്. പക്ഷേ ചിലപ്പോൾ നമ്മുടെ തെറ്റല്ലെങ്കിൽ കൂടി സ്വാഭാവികമായി സംഭവിച്ചു പോകുന്ന അപകടങ്ങളുണ്ട് മറ്റുള്ളവരുടെ തെറ്റുകൾ കൊണ്ട്. പക്ഷേ ഇതിനകത്തിപ്പോൾ നമുക്ക് ആരെയും കുറ്റം പറയാൻ പറ്റുന്നില്ല. നമ്മൾ ഓടി വന്ന് കയറാൻ പോകരുതായിരുന്നു.
ഈ ബസ് അവിടെ സ്റ്റോപ്പ് ചെയ്ത് ഇട്ടേക്കുന്നെന്നാണ് അമ്മയുടെ വിചാരം. പക്ഷേ ബസ് മൂവ് ചെയ്ത് ആ ബസ്സുകാർ കണ്ടില്ല, അമ്മയെ കണ്ടില്ല. ബസ്സുകാരമ്മയെ കണ്ടില്ല. ആ ഡ്രൈവറെ വിളിച്ചിരുന്നു അമ്മയോട്, പിന്നെ സംസാരിക്കുകയൊക്കെ ചെയ്തോ ഈ ഡ്രൈവർ? ഇല്ല, കണ്ടിട്ടും ഉണ്ടായിരുന്നു. മോനെ വിളിച്ച് പറഞ്ഞോ, അവരോട് സംസാരിച്ചോ? ഞാൻ സംസാരിച്ചില്ല, മോൻ സംസാരിച്ചു. കേസ് വേണമെന്നൊക്കെ ചോദിച്ച് പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞ് വേണ്ടെന്ന്, കേസൊക്കെ വേണമെന്ന് ചോദിച്ചു. വേണ്ടെന്ന് ഇപ്പം വിളിച്ച് പറഞ്ഞു പോയി. അപ്പം അവരൊക്കെ എന്നെ നാണക്കേടാണ്. വിഷമഘട്ടമാണ്, നമുക്കറിയാം, നിങ്ങൾക്കെല്ലാം വിഷമഘട്ടമാണെങ്കിൽ പോലും നമുക്ക് അപകടം, ഈ പറയുന്ന പോലെ ഈ ചെറിയൊരു അപകടത്തിൽ നമുക്ക് ആ ഒരു ദുരന്തം അല്ലെങ്കിൽ ആ ഒരു സംഭവം ഒതുങ്ങി നമുക്ക് ജീവൻ തിരിച്ചു കിട്ടിയ ആ ഒരു സന്തോഷം നമ്മളിൽ ഉണ്ടാവണം. കാര്യം ഇനിയും നമ്മൾ ഇത്തരം അപകടങ്ങളെ ഒഴിവാക്കിക്കൊണ്ടുള്ള യാത്രകളും മറ്റുമൊക്കെ ആയിരിക്കണം. അപ്പം നമ്മൾ ഇതാണ്, നമുക്ക് അപകടങ്ങൾ നമ്മുടെ നാട്ടിൽ നിത്യസംഭവങ്ങളാണ്, എവിടെയും സംഭവിക്കാം. അപ്പോൾ ഇങ്ങനെ സംഭവിക്കുന്ന സമയത്ത് ഈ അപകടങ്ങൾ പരമാവധി ഒഴിവാക്കാൻ നമ്മൾ യാത്രക്കാരും ഈ വാഹനങ്ങൾ ഓടിക്കുന്നവരൊക്കെ തന്നെ ശ്രദ്ധിക്കണം. അങ്ങനെ ശ്രദ്ധിക്കണം എന്ന് പറയുന്നതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് ഇപ്പോൾ നമ്മുടെ മുന്നിൽ സംഭവിച്ചിരിക്കുന്നത്. ഏതായാലും അമ്മയ്ക്ക് ഇപ്പോൾ ചെറിയ പരിക്കുകളോടുകൂടി, എങ്കിലും സാരമായ പരിക്കുകളില്ല, എങ്കിലും അമ്മയ്ക്ക് വേദനയുണ്ട്, കാലിൻ്റെയും തലയുടെയും വേദനയൊക്കെ ഉണ്ട്. അപ്പോൾ ആ പരിക്കുകളോടുകൂടി അമ്മ രക്ഷപ്പെട്ടു. എങ്കിൽ പോലും ഇനിയും ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കുന്ന തരത്തിൽ നമ്മൾ കൂടി ശ്രദ്ധിച്ചാൽ മാത്രമേ റോഡ് അപകടങ്ങളിൽ നിന്നുമൊക്കെ നമുക്ക് ഒരു മാറ്റം ഉണ്ടാവുകയുള്ളൂ എന്ന് തന്നെയാണ് നമുക്ക് ഇതിനകത്ത് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അമ്മയ്ക്ക് ഈ പരിക്കുകളൊക്കെ ഭേദമായി ഇനിയും ജോലിക്കൊക്കെ പോകണ്ടേ? പോകണമെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു 10 വർഷത്തിൽ കൂടുതൽ അവിടെ സഹകരിക്കുന്നതാണ്. നമുക്കുള്ള വീട് തന്നെയാണ്. ഒരു കുഞ്ഞിനെ നോക്കാൻ പോയ കുഞ്ഞിപ്പം 5-ലായി. അങ്ങനെയാണ് എൻ്റെ മുമ്പ് ഇട്ടിട്ട് അവരങ്ങ് പോകും. അപ്പോൾ അമ്മ കുഞ്ഞിനെ നോക്കുന്ന ജോലിയാണ് അമ്മ ചെയ്യുന്നത് ആ ഒരു വീട്ടിലല്ലേ? അപ്പോൾ അമ്മയുടെ ഈ പരിക്കുകൾ എത്രയും പെട്ടെന്ന് റെഡിയായിട്ടേ അമ്മ പഴയതിനേക്കാളും ആരോഗ്യവതിയായി എണീച്ച് നടക്കുന്നതിനുള്ള എല്ലാ ആരോഗ്യങ്ങളും അല്ലെങ്കിൽ ദൈവം തരട്ടെ. ഇനി ഇത്തരമുള്ള അപകടങ്ങളിലൊന്നും പെടാത്ത രീതിയിൽ അമ്മ ഒന്ന് ശ്രദ്ധിക്കണം. ഇനി ശ്രദ്ധിക്കില്ലേ? ഇനി ശ്രദ്ധിക്കും. തീർച്ചയായും അത് തന്നെയാണ്. റോഡ് അപകടങ്ങൾ എപ്പോഴും സംഭവിക്കാം, എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. അത് പക്ഷേ നമ്മുടെ തെറ്റുകൊണ്ടാവാം, അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും തെറ്റുകൊണ്ടാവാം. പക്ഷേ ആ തെറ്റുകളൊക്കെ നമ്മൾ തിരുത്താൻ, അല്ലെങ്കിൽ എങ്ങനെയാണ് റോഡ് അപകടങ്ങൾ ഒഴിവാക്കാൻ എന്ന തരത്തിൽ നമ്മൾ ശ്രദ്ധിച്ചു വേണം യാത്ര ചെയ്യേണ്ടത്. പ്രദീപ് വാളത്തുങ്കലിനൊപ്പം സുധീഷ്, അമൃത ന്യൂസ്, കൊല്ലം.